ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ, മറിയമേ ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളിപ്പോൾ, അതായത് ഇന്നലെ രാത്രി ഇപ്പോൾ കാണുന്നൊരു കാര്യമാണ്, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് GCC കൺട്രീസിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും എയർ സ്പേസ് ക്ലോസ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത. അപ്പോൾ ഈ ഒരു വാർത്ത കണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും, അതായത് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ചില ഓൺലൈൻ ന്യൂസ് ചാനലിൽ കാണുന്നുണ്ട് വീണ്ടും തുറന്നു എന്നുള്ളത്. പക്ഷേ നിലവിൽ നമുക്കിപ്പോൾ DGCയുടെ സൈഡിൽ നിന്ന്, സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ, ഒരു സർക്കുലർ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം, ഏറ്റവും നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതായത് ഇന്നും നാളെയായിട്ടൊക്കെ ട്രാവൽ ചെയ്യാനിരിക്കുന്ന പാസഞ്ചേഴ്സ്, ട്രാവൽ ഏജൻസി മുഖാന്തരം ടിക്കറ്റ് എടുത്തിരിക്കുന്നവർ ദയവായിട്ട് നിങ്ങൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന അതാത് ട്രാവൽ ഏജന്റിനെ കോൺടാക്ട് ചെയ്യുക. ട്രാവൽ ഷെഡ്യൂള് യാത്രയ്ക്ക് മുമ്പായിട്ട് തന്നെ കൺഫേം ചെയ്യുക. ഇപ്പോൾ ട്രാവൽ ഏജൻസിക്കും ചിലപ്പോൾ അവർക്കും ആ സമയത്ത് അവർക്ക് ആ സ്റ്റാറ്റസ് സിസ്റ്റത്തിൽ നോക്കുമ്പോൾ എന്താണോ അത് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയുള്ളൂ. എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും 1 hour ലേറ്റ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസൽ, അല്ലെങ്കിൽ 2 hour ലേറ്റ്, ഇങ്ങനെ പറയുമ്പോൾ നേരെ ട്രാവൽ ഏജൻസിയെ ദയവായിട്ട് ആരും കുറ്റം പറയാൻ വരരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. നമുക്കിപ്പോൾ എല്ലാ ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, UAE, പിന്നെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ ഫ്ലൈറ്റിൻ്റെയും ഓപ്പറേഷൻ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ലോ, ഇന്ത്യയിലെ പല എയർപോർട്ടിൽ നിന്നും ട്രാവൽ, അതായത് സർവീസ് ഓപ്പറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഏതൊക്കെ എയർപോർട്ടിൽ നിന്നും ട്രാവൽ ചെയ്യുന്ന സർവീസിന് പിന്നെ വ്യത്യാസങ്ങൾ, ടൈം ചേഞ്ചസ് വരുന്നുണ്ട്, ക്യാൻസലേഷൻ വരുന്നുണ്ടെന്നുള്ളത് ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ, ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതായത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന അതാത് ട്രാവൽ ഏജൻസി കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഷെഡ്യൂൾ കൺഫേം ആക്കുക. ഓക്കെ. ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നവർ നിങ്ങൾ ഡയറക്റ്റ് എയർലൈൻ ഓഫീസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്, മീൻസ് കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് കൺഫേം ആക്കിയതിന് ശേഷം ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. അല്ല കൂടുതലായിട്ടൊന്നും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയാൻ സാധ്യമല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ സർക്കുലർ നമുക്ക് ഏവിയേഷൻ സൈഡിൽ നിന്നും കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.